ക്രിക്കറ്റിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം T20 മത്സരം. ഇന്ന് 1:45 നിഞ്ച സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ഒന്നാം ഏകദിനം മഴ കാരണം ഒലിച്ചുപോയി. രണ്ടാം ഏകദിന T20 മഴ കാരണം ഒലിച്ചുപോയി. രണ്ടാം ഏകദിന T20 ഇന്ത്യ തോറ്റു. അതും ടീം സെലക്ഷന് പറ്റിയ പാളിച്ചാണ് ഇന്ത്യക്ക് തോൽവി മുഖ്യ കാരണം. നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകരും പറയണേ. എന്തായാലും നമുക്ക് തിരിച്ചു വരാൻ കഴിയും. ഇന്ത്യ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചില മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷനാണ്, ഗില്ലിന് പകരം അവിടെ ജയ്സ്വാളും പിന്നെ ശിവൻ ദുബെയ്ക്ക് പകരം ഓൾറൗണ്ടർ റിങ്കു സിംഗും കളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സ്പിന്നർ മാറിയിട്ട് ഒരു ഫാസ്റ്റ് ബോളറും അക്ഷദീപ് വരാൻ സാധ്യതയുണ്ട്. കുൽദീപ് യാദവിനെ മാറ്റാൻ സാധ്യതയില്ല. അപ്പോൾ അക്ഷദീപും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് നോക്കാം. അഭിഷേക് ശർമ്മ ഓർ ജയ്സ്വാള്, ഗില്ല്, അവിടെയാണ് ഒരു ഡൗട്ടുള്ളത്. പിന്നെ 3-ാം നമ്പറിൽ സൂര്യകുമാർ യാദവോ സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ 3-ലേക്ക് വരുവാണെങ്കിൽ സൂര്യ 4-ലേക്ക് കയറും. അതല്ല, സൂര്യ 3 വരുവാണെങ്കിൽ സഞ്ജു 4-ലേക്ക് കയറും. പിന്നെ അക്ഷർ പട്ടേൽ, ശിവൻ ദുബെ, റാണ, പിന്നെ കുൽദീപ് യാദവ്, തിലക് വർമ്മ ചിലപ്പോൾ 3-ാം നമ്പറിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അത് ഇവിടെ ഒരു കൊച്ചു പറഞ്ഞ കാര്യം നോക്കണ്ട, അതൊരു പൊട്ടണ. അപ്പം ഇങ്ങനെയാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. അപ്പം നമുക്ക് കാത്തിരിക്കാം. ചിലപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ അതിൻ്റെ ലൈവ് സംപ്രേഷണം കമൻ്ററി ആയിട്ട് ഞാൻ വരാൻ സമയം കിട്ടുവാണെങ്കിൽ ഉറപ്പില്ല. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. നന്ദി, നമസ്കാരം.